പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ുമായുള്ള ബന്ധം ടോക്സിക് ആയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. കൺമണിയുടെ മുന്നിൽ അപ്പോഴാണ് ക്രിഷ് ഇടപെടുന്നത്. മാത്രവുമല്ല, ഇനി നീ കൺമണിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഇടിച്ചതിൻ്റെ മോന്ത ഞാൻ പരത്തും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ക്രിഷ്, നീ അവളുടെ പിന്നാലെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അവൾ എൻ്റേതാണ്, അവൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ കെട്ടിയ താലി അവളുടെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം നീ അവളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ കയ്യും കെട്ടി നോക്കി നിന്നു എന്ന് വരില്ല. നിനക്ക് പണി കിട്ടും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വരുണാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, കൺമണിയുടെ കഴുത്തിൽ താലി കൂടി കണ്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് വരുൺ. ഇതോടെ വരുണിന് ആകെ പ്രാന്തായിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു. വരുണിന്റെ ഈ ഭാവമാറ്റങ്ങൾ കണ്ട് ഞെട്ടിപ്പോകുന്ന കൺമണി, വരുണുമായുള്ള എല്ലാ ബന്ധവും ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഇനി കൂടുതൽ സംസാരം ഇല്ല എന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എന്നും വ്യക്തമാക്കുന്ന കൺമണി, ഇത്രയും നാൾ നീ എൻ്റെ മുന്നിൽ നല്ലവനായി അഭിനയിക്കുകയായിരുന്നു. നിന്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ചുകൊണ്ട് മാത്രമാണ് നീ ഈ കളി തുടർന്നത്. എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷേ ദൈവമാണ് എന്നെ നിന്നിൽ നിന്ന് രക്ഷിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി നീ എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത് എന്ന് വ്യക്തമാക്കുന്ന കൺമണി, നിന്നെ അംഗീകരിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യം വരുണിന്റെ മുന്നിൽ ബാക്കിയാകുന്നു. ഇതേസമയം തൃഷാണെങ്കിൽ കൺമണിയെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതോടെ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ്. എന്നാൽ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് കൺമണിയുടെ കാര്യത്തിൽ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നത്. ഇതോടെ ക്രിഷ് കൺമണിയോട്, വരുൺ സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇത് വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവുമില്ല. വരുന്നത് പോലെ വരട്ടെ എന്നുള്ള ചിന്തയാണ് എനിക്കിപ്പോൾ ഉള്ളത്. കൂടുതലൊന്നും എനിക്ക് പറയാൻ സാധിക്കുകയുമില്ല. എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല എന്നും പറയുന്ന കൺമണി, ഈ കാര്യത്തിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൺമണിയെ ക്രിഷ് വീട്ടിലേക്ക് കൊണ്ടുചെന്ന് ആക്കുകയാണ്. എന്നാൽ തിരികെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് ധനലക്ഷ്മി മുന്നിലേക്ക് വരുന്നത്. വരുൺ വിളിച്ചിരുന്നു എന്നുള്ള കാര്യം അറിയിക്കുന്ന ധനലക്ഷ്മി, നീ എന്തൊക്കെയാണ് അവനോട് വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിക്കുകയും, വരുണിനോട് ഇത്രയും മോശമായി പെരുമാറാൻ നിനക്ക് ആരാണ് ധൈര്യം തന്നത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഒരു പെൺകുട്ടിയായാൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അല്ലാതെ ആമ്പിള്ളേരുടെ നെഞ്ചത്ത് കയറലല്ല നിന്റെ ജോലി. അതിന് നീ വളർന്നിട്ടുമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ധനലക്ഷ്മി. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണിയെ തല്ലാൻ കൈയോങ്ങുകയും ചെയ്യുന്നു. ഇതെല്ലാം കാണുന്ന കൃഷ് ഉടൻ തന്നെ അവിടേക്ക് കയറി വരികയാണ്. ധനലക്ഷ്മിയോട് തൊട്ടുപോകരുത് കൺമണിയെ എന്ന് വ്യക്തമാക്കുന്ന കൃഷ്, അവളുടെ കാര്യത്തിൽ ഇടപെടാനുള്ള അവകാശമൊന്നും നിങ്ങൾക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മി, ഇതൊക്കെ പറയാൻ നീ ആരാണ് എന്ന് ചോദിച്ചതിനെ തുടർന്ന് കൺമണി എൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൃഷ്. ഞാൻ കെട്ടിയ താലിയാണ് കൺമണിയുടെ കഴുത്തിൽ കിടക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൃഷ്, അതുകൊണ്ട് തന്നെ ഇനി കൺമണി ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ കൺമണിയോട് എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്ത് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോകണം എന്നുള്ള കാര്യം അറിയിക്കുന്ന ധനലക്ഷ്മി
നിന്റെ അച്ഛനോടും തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. തൻ്റെ ബാഗുമെടുത്ത് കൺമണി പുറത്തിറങ്ങിയതിനെ തുടർന്ന് ക്രിഷ് അവിടേക്ക് വരികയാണ്. കൺമണി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ക്രിഷ് കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് തൻ്റെ കാറിലേക്ക് കയറ്റുകയും കൺമണിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഇനി കൂടുതലൊന്നും ആലോചിക്കാൻ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ക്രിഷ് ഇതേ തുടർന്ന് കൺമണിയുടെ ബാഗുമായി വീട്ടിലേക്ക് കയറി ചെന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം സാഗറിനെയും സുജയെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് ക്രിഷ്. ഇതോടെ ഒടുവിൽ കൺമണി തൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം ക്രിഷ് വിളിച്ചു പറയുകയാണ്. എനിക്ക് ഇനിയൊന്നും മറച്ചു വെക്കാനില്ല. ഞാൻ കെട്ടിയ താലിയാണ് അവളുടെ കഴുത്തിലുള്ളത്. അവളുടെ കഴുത്തിൽ ആ താലി ഉള്ളിടത്തോളം കാലം അവൾ ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൺമണിയെയും കൂട്ടി വീടിനുള്ളിലേക്ക് ക്രിഷ് കയറിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കാണുന്ന ആന്റിയമ്മയും കൃപയുമാകെ അന്തം വിട്ട് നിന്നു പോവുകയാണ്. സാഗർ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചോദിക്കുകയും കാര്യങ്ങൾ കൃഷ്ണനോട് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നീ എപ്പോഴാണ് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത്? അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. നിന്റെ എൻഗേജ്മെന്റ് മാനസികമായി കഴിഞ്ഞതല്ലേ? അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യും? ഇത് കേൾക്കുന്ന കൃഷ് ആ എൻഗേജ്മെന്റ് നടന്നിട്ടില്ല എന്ന് കരുതുക. ആ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കല്യാണം ഇല്ല എന്നും കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്നും വ്യക്തമാക്കുന്ന കൃഷ് തൻ്റെ റൂമിലേക്ക് പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃപയെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.